മുസ്ലിം ലീഗിന്റെ നേതൃയോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ്. അവരിപ്പോൾ നമുക്കറിയാവുന്നതുപോലെ UDF നേതൃത്വവുമായിട്ട് കോൺഗ്രസുമായിട്ട് സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുകയും അധിക സീറ്റ് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഒരു ഫോർമുല അവരുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ഫോർമുല അവർ ഡിസ്കസ് ചെയ്ത് അന്തിമ തീരുമാനം പറയണം. സാദിഖ് അലി തങ്ങളുടെ വീട്ടിലാണ് യോഗം നടക്കുന്നത്. അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും എന്ന് വിചാരിക്കുന്നു. മലപ്പുറവും പൊന്നാനിയും തമ്മിൽ വെച്ചുമാറാൻ ഓൾറെഡി അവരുടെ പാർട്ടിക്കകത്തൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലപ്പുറത്ത് മത്സരിക്കേണ്ട, പൊന്നാനിയിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് മത്സരിക്കും, ഒപ്പം മലപ്പുറത്തെ സ്ഥാനാർത്ഥി പൊന്നാനിയിലും എന്നതായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു ചേഞ്ചിൻ്റെ സാധ്യതയുള്ളത് പൊന്നാനിയിൽ ഇനിയിപ്പോൾ ആരാണ് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത് എന്നതാണ്. ഇപ്പോൾ മത്സരിക്കുന്ന, അതായത് പൊന്നാനിയിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഈ MP ഇനി രാജ്യസഭയിലേക്കാണോ പോകാൻ പോകുന്നത്? അപ്പോൾ PK ഫിറോസ് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നുണ്ടോ? അതോ മലപ്പുറം MP അബ്ദുൾ സമദാനിയാണോ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായിട്ട് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത്? ഫൈസൽ ബാബുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ പലതരം പേരുകൾ കേൾക്കുന്നു. അപ്പോൾ ലീഗിൽ നമ്മൾ സാധാരണ എന്തായിരിക്കും തീരുമാനമെന്ന് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റുമെങ്കിൽ ഇത്തവണ ചില കൗതുകങ്ങൾ അല്ലെങ്കിൽ ചില ഉദ്വേഗങ്ങൾ അതിനകത്തുണ്ട്. മുഹമ്മദ് അസ്ലം കോഴിക്കോട് ബ്യൂറോ ചീഫ് എന്നോടൊപ്പം സാജിദ് അജ്മൽ മലപ്പുറത്ത് നിന്നും. ആദ്യം അസ്ലം, ഇതിനകം തന്നെ ലീഗിനകത്തൊരു ഒരു ധാരണ ഈ കാര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടോ? ഈ യോഗം എന്ന് പറയുന്നത് ഔപചാരികമാണോ? നിഷാദ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം UDF-യുമായിട്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ 2 ലോക്സഭാ സീറ്റുകൾ, ഒരു രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണ അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഉന്നതതല സമിതിയിൽ യോഗം ചേർന്ന് ഒരു ഔദ്യോഗികമായ അംഗീകാരം നൽകേണ്ട കാര്യം മാത്രമേ അതിന്റെ കാര്യത്തിലുള്ളൂ. സ്ഥാനാർത്ഥി നിർണയത്തിലും ഒരു പകുതി വ്യക്തത വന്നു എന്ന് പറയാം. കാരണം മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിൽ അവ്യക്തതകളില്ല. അതേസമയം പൊന്നാനിയിൽ ETക്ക് പകരം സമദാനി, മലപ്പുറത്തുള്ള MP അബ്ദുൾ സമദാനിയാണോ മത്സരിക്കേണ്ടത്, അതോ രാജ്യസഭ കൂടി വന്ന സാഹചര്യത്തിൽ ഒരു പുതുമുഖത്തെ, ഒന്നുകിലും യുവ നേതാവ് PK ഫിറോസിന്റെ പേര് വെക്കുന്നുണ്ട്, ഫൈസൽ ബാബുവിന്റെ പേര് കേൾക്കുന്നുണ്ട്, അവരെ ഇറക്കണോ, അതോ രാജ്യസഭാ സീറ്റ് ഇനി വരാനിരിക്കുന്ന ഘട്ടത്തിലേക്ക് അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലാണ്. പൊന്നാനിയിൽ സീറ്റ് ആരായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഒരു ഉള്ളത്. എന്തായാലും നമുക്ക് സാജിദ് അജ്മൽ കൂടി, നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ്. യോഗം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. PK കുഞ്ഞാലിക്കുട്ടിയും PMS സലാമും വഹാബും MK മുനീർ ഉൾപ്പെടെ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ET മുഹമ്മദ് ബഷീർ കൂടി എത്തിച്ചേർന്നതാണ്. യോഗം തുടങ്ങും. സാജിദെ, നിലവിലെ അവസ്ഥയിൽ നമുക്കിപ്പോൾ 2 ലോക്സഭയിലും രാജ്യസഭയിലും 2 ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്? തീർച്ചയായും 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ രാമനാഥപുരവും. ഈ പൊന്നാനി സീറ്റിനെ സംബന്ധിച്ചാണ് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഇതിന് കാരണം ഈ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഈ യൂത്ത് ലീഗിന്റെ നേതാക്കൾ സാദിഖ് അലി തങ്ങളെ കാണുകയും തങ്ങൾക്ക് ഒരു MP വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് ഒരു യുവജന പ്രാതിനിധ്യം വേണമെന്ന ഒരു യുവ നേതാവിനെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് രാജ്യസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും എന്നവർ കൃത്യമായി പറഞ്ഞിട്ടില്ല താനും. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യുവ നേതാവിനെ മത്സരിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഫൈസൽ ബാബു, PK ഫിറോസ്, നേരത്തെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ആയിരുന്ന സാദിഖ് അലി തുടങ്ങിയ പല നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പൊന്നാനിയുടെ കാര്യത്തിൽ, പൊന്നാനിയിൽ ഈ യുവ നേതാവിനെ മത്സരിപ്പിക്കുകയാണോ അതോ രാജ്യസഭയിലേക്ക് മാറ്റിവെക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പൊന്നാനി സംബന്ധിച്ചോളം മലപ്പുറം പോലൊരു മണ്ഡലമല്ല. ചെറിയ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല നിലവിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 4 നിയമസഭാ സീറ്റുകൾ ഇവരാണ്. താനൂര്, തവനൂര്, അതോടൊപ്പം തന്നെ പൊന്നാനിയും തൃത്താലയും. ബാക്കി 3 മണ്ഡലങ്ങളിൽ കോട്ടക്കലും തിരൂരങ്ങാടിയും ആണ് ശക്തമായിട്ട് ലീഡ് പിടിക്കാൻ സാധ്യതയുള്ളത്. തിരൂര് പക്ഷേ തുല്യമായിരിക്കും. ഈ ഒരു വിജയ സാധ്യത കൂടി ഇതിൽ പരിഗണിക്കില്ല ശരിക്കും? തീർച്ചയായിട്ടും ഇപ്പോൾ വിജയ സാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിലേക്ക് വന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം തൃത്താല MP രാജേഷ്, മന്ത്രിയായ V അബ്ദുറഹ്മാൻ, KT ജലീൽ പോലെ ഏറ്റവും പ്രമുഖമായ LDF-ന്റെ നേതാക്കളാണ് ഈ മണ്ഡലങ്ങളിലെ MLA-മാരെല്ലാം തന്നെ. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 LDF-നൊപ്പമാണ്. കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ 1,81,000 വോട്ടുകൾക്ക് അധികം വിജയിച്ചെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം പൂർണ്ണമായിട്ട് അതല്ല. KS ഹംസ എന്ന മുൻ ലീഗിന്റെ നേതാവാണ്. അതുകൊണ്ട് അവിടെ ഒരു പരീക്ഷണത്തിന് എന്തായാലും മുസ്ലിം ലീഗ് തയ്യാറാവില്ല. കാരണം ഈ KS ഹംസയോട് ലീഗ് നേതൃത്വം സ്ഥാനാർത്ഥി തോൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ആത്മാഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, 2 ഘടകങ്ങൾ ലീഗ് പരിഗണിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. ഒന്ന്, അവിടെ പൊന്നാനിയിൽ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല വലിയ തോതിലുള്ള മറ്റു വോട്ടുകളുണ്ട്. അതുകൂടി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. 2, ഒരുപക്ഷെ ലീഗിന്റെ സമസ്തകളുടെ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് ഒഴുകാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി തടഞ്ഞു നിർത്താനുള്ള ഒരു വ്യക്തി, അതുകൂടി ലീഗിന്റെ പരിഗണനയിൽ ഉണ്ടാവില്ലേ?
തീർച്ചയായും ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ തൃത്താല, പൊന്നാനി മേഖലയിലെല്ലാം തന്നെ ഈ നായർ കമ്മ്യൂണിറ്റി പോലുള്ള ഉന്നത ജാതി എന്ന് പറയപ്പെടുന്നവരുടെ വലിയ സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമസ്തയിലെ ഇപ്പോൾ 2 വിഭാഗമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചില യുവ നേതാക്കൾക്കെതിരെ ഒരു വികാരം ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സമദാനിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും നിഷാദ്, ഇതാണ് പരിഗണിക്കപ്പെടുന്ന ഘടകങ്ങൾ. ഏറ്റവും അവസാനം മലപ്പുറത്തിന്റെ കാര്യത്തിൽ 23 ഏറെക്കുറെ ഉറപ്പാണ്, നമുക്കത് കൃത്യമായി തന്നെ പറയാൻ പറ്റും. പൊന്നാനിയുടെ കാര്യത്തിൽ വിജയ സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. കാരണം സുന്നി വോട്ടുകളെല്ലാം തന്നെ സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തിത്വം, അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ഹൈന്ദവ വിഭാഗത്തിലെ വോട്ടുകൾ കൂടി ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. കാരണം വിജയം ഉറപ്പാക്കാവുന്ന കാര്യത്തിൽ KS ഹംസ കൂടി എതിരാളിയ സാഹചര്യത്തിൽ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിനും അവിടെ ഉണ്ടാവില്ല. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ പിന്നീട് തീരുമാനമെടുക്കാവുന്ന ഘട്ടത്തിൽ മാറ്റിവെക്കാനാണ് സാധ്യത. ആ ഘട്ടത്തിൽ യുവജന പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള പരിഗണിക്കാം എന്നൊരു ആലോചനയാണ് ഏറ്റവും അവസാന ഘട്ടത്തിലുള്ളത്. എന്തായാലും ഈ വിജയ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ആയിരിക്കും പുതുമുഖത്തിന് വേണോ വേണ്ടെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും അല്പസമയത്തിനകം യോഗം തുടങ്ങും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 12 മണിക്ക് ശേഷം ചൂണ്ടിക്കാണിച്ച കാര്യം പൊന്നാനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവശേഷിക്കുന്ന അവിടുത്തെ ഒരു സങ്കീർണ സാഹചര്യം ഉള്ളത്. പൊന്നാനിയിൽ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ലീഗ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഫൈസൽ ബാബുവിന്റെയും ഫിറോസിന്റെയും പേരിയാക്കുന്നു. ഫിറോസിനെ അവിടെ ഫീൽഡ് ചെയ്യുക എന്ന് വന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പല ആലോചനകൾ ആ കാര്യത്തിൽ വേണ്ടി വരുമല്ലോ. പിന്നെയുള്ള ഫൈസൽ ബാബുവാണ്, താരതമ്യേന പുതുമുഖമാണ് എന്ന സംഗതിയുണ്ട്. സോ ലീഗിനെ സംബന്ധിച്ചൊരു അവൈലബിൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സീനിയറായ ഒരാളെ ഫീൽഡ് ചെയ്യാം. അതിൽ തന്നെ സമദാനി ആയിരിക്കും അതിനകത്ത് ഏറ്റവും സാധ്യത ഉള്ള ഒന്നെന്ന് വേണമെങ്കിൽ വിചാരിക്കാമോ അസ്ലം? അങ്ങനെ ലീഗ് ചിന്തിക്കാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന്. നിഷാദ്, അത് തന്നെയാണ് ലീഗ് നേതാക്കളും പങ്കുവെക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ കൂടി MP കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൂടി തന്നെ യോഗം തുടങ്ങുന്നു, അല്ലെങ്കിൽ അല്പസമയത്തിനകം തുടങ്ങി എന്ന് നമുക്ക് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ചർച്ചകളിലേക്ക് തന്നെ കടന്നു. യോഗം തന്നെ ഔദ്യോഗികമായി തുടങ്ങി എന്ന് നമുക്ക് പറയാം. നിഷാദ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ലീഗ് നേതാക്കളും സൂചിപ്പിക്കുന്നത്. കാരണം PK ഫിറോസ് ഒരുപക്ഷെ താനൂർ, ആ മണ്ഡലത്തിൽപ്പെട്ട തന്നെ ഒരു മണ്ഡലം താനൂരിൽ നിൽക്കുകയും പരാജയപ്പെടുകയും സിറ്റിംഗ് സീറ്റ് തന്നെ നഷ്ടപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് പലതവണ അദ്ദേഹം ചില വാക്ക് തർക്കങ്ങളൊക്കെ നേരത്തെ ഈ ഒരു ഇപ്പോഴത്തെ വിഭാഗീയതയ്ക്ക് മുമ്പ് തന്നെ വാക്ക് തർക്കം ഉണ്ടായിരുന്നതാണ്. ഒരു സ്വാഭാവികമായിട്ടും സമസ്തയിൽ ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ലീഗിന് വിരുദ്ധരായി വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ ഒരുപക്ഷെ PK ഫിറോസ് ആണെങ്കിൽ ആ അടിയൊഴുക്കുള്ള സാധ്യത വർദ്ധിക്കുമെന്നൊരു വശം കിടക്കുന്നുണ്ട്. ഫൈസൽ ബാബു പുതിയൊരാളാണ്, മാത്രമല്ല കുറച്ചുകൂടി സുന്നി ബാക്ക്ഗ്രൗണ്ടുള്ള ചുറ്റളവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് മുസ്ലിം സമുദായത്തിന് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ എത്രത്തോളം സമാഹരിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള സംശയം ഫൈസൽ ബാബുവിന്റെ കാര്യത്തിലും സ്വാഭാവികമായിട്ടുണ്ട്. കാരണം പുതിയൊരു നേതാവാണ്. അതേസമയം അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് സമദാനിക്ക് കുറച്ചുകൂടി സാധ്യത വരുന്നത്. കാരണം എല്ലാ വിഭാഗങ്ങളിലെ വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സീനിയർ നേതാവ്, പ്രത്യേകിച്ച് ഈ മതപ്രഭാഷണങ്ങളിലൂടെയും മതസൗഹാർദ്ദ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ആ അർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഇമേജുള്ള വ്യക്തി എന്ന അർത്ഥത്തിൽ അബ്ദുൽ സമദ് സമദാനിയെ ഒരുപക്ഷെ കൂടുതൽ ഓപ്ഷൻ സാധ്യതയുണ്ടെന്ന് പറയേണ്ടി വരും. അതേസമയം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് നേതാക്കൾ കണ്ടപ്പോൾ അവർക്ക് ഒരു അനുകൂലമാണ്. ഏത് സീറ്റാണോ അല്ലെങ്കിൽ രാജ്യസഭയാണോ ലോക്സഭയാണോ വ്യക്തികളോ എന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പരിഗണിക്കണം എന്നുള്ളൊരു നിലപാട് അദ്ദേഹത്തിനുള്ളതായി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സസ്പെൻസ് പൊന്നാനിയിൽ കാര്യത്തിൽ നിൽക്കുന്നത്. എന്തായാലും മലപ്പുറത്ത് ETയും പൊന്നാനിയിൽ ഒന്നുകിൽ അബ്ദുൽ സമദ് സമദാനി അല്ലെങ്കിൽ ഒരു യുവതാരം എന്നതിലേക്കായിരിക്കും പോവുക. സാങ്കേതികമായി തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടെ നടക്കേണ്ടി വരും. ഖാദർ മൊയ്തീൻ അഖിലേന്ത്യാ പ്രസിഡന്റോട് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ സംസ്ഥാനത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൂടെ വന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി സാങ്കേതികമായി കൂടി ആ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാവും. നവാസ് ഗനിയാണ് അവിടെ രാമനാഥപുരത്തിൽ മത്സരിക്കുക. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒന്നുമില്ല. എന്തായാലും അതുകൂടി നടക്കും. എന്തായാലും നമുക്കറിയാം 1-2 മണിക്കൂറിനകം തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വ്യക്തമാകും. പൊന്നാനിയിലെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കുന്നു, അടുത്ത വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റും ഞങ്ങൾക്കാണ് എന്ന വ്യക്തത ഇന്ന് ലീഗ് അവസാനത്തെ ഈ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തത വരുത്തുക. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ കൂടി UDF-ആയിട്ടുള്ള ധാരണ എന്താണ് എന്ന കാര്യം ഇന്നിപ്പോൾ പറയാൻ അവർ നിർബന്ധിതമല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തവണയും കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞൊഴിയാൻ ലീഗിന് പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷേ ആ കാര്യമായിരിക്കും ആദ്യം ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും. കാരണം അത് തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം 2 സീറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ 2 സീറ്റും രാജ്യസഭാ സീറ്റും എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും മറ്റ് ചർച്ചകൾ തന്നെ കടക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം വാർത്താ സമ്മേളനത്തിലും ആദ്യ വിഷയമായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച UDF-ൽ മുന്നോട്ട് വെച്ച ആ നിർദ്ദേശങ്ങളെ ഏതർത്ഥത്തിലാണ് ലീഗ് പരിഗണിച്ചത് എന്നതിനെ കുറിച്ചായിരിക്കും പറയുക. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങളോട് നേതാക്കൾ കഴിഞ്ഞ ദിവസമാണ് വന്ന കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചർച്ചകൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം അക്കാര്യത്തിൽ പറയും. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഒരു താൽക്കാലികത്തിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടുത്ത്, അല്ലെങ്കിൽ ഇനി ഇത് ഈ 2 സീറ്റ് എന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല, അടുത്ത തവണ കൃത്യമായി കൂട്ടിത്തരേണ്ടി വരും എന്ന കാര്യം ചില സൂചനകൾ നൽകിക്കൊണ്ട്, കോൺഗ്രസിന് ചില സൂചനകൾ നൽകിക്കൊണ്ടുള്ള ഒരു വാക്കുകളായിരിക്കും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ തോതിൽ മൂന്നാമതൊരു സീറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടുകൂടി പ്രവർത്തകരുടെ വലിയ തോതിൽ അതിർത്തി ഉയർത്തുന്നു. പ്രത്യേകിച്ച് KMCC പ്രവാസികളുള്ള ലീഗ് പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള സമ്മർദ്ദമൊക്കെ ഉയരുകയൊക്കെ ചെയ്യുന്നു. സീറ്റുകൾ വാങ്ങി നൽകാൻ കഴിഞ്ഞില്ല നേതൃത്വത്തിന് എന്നുള്ളൊരു വിമർശനം പാർട്ടിക്കകത്ത് ഉയർന്നിരുന്നു. പാർട്ടി തലത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ചില വാക്കുകളായിരിക്കും ഒരുപക്ഷെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വിഷയത്തിൽ പറയുക. തുടർന്ന് അങ്ങോട്ട് സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. നിഷാദ് അസ്ലം വിവരങ്ങൾ നൽകിയതൊപ്പം സാജിദ് അജ്മലും മലപ്പുറത്ത് നിന്ന്. ലീഗിന്റെ നേതൃയോഗം പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ നടക്കുകയാണ്. 1.5 മണിക്കൂർ കഴിയുമ്പോൾ അവരുടെ ബ്രീഫിംഗ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലും, മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കാൻ നിയോഗിക്കുന്നത് ആരെയാണ് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. പല പേരുകളുണ്ട്. അബ്ദുസമദ് സമദാനി തന്നെ പൊന്നാനിയിൽ പോയി മത്സരിക്കും. മലപ്പുറം വെച്ച് മാറുമ്പോൾ സ്വാഭാവികമായും സമദാനി പൊന്നാനിയിൽ മത്സരിക്കേണ്ടതാണ്. അതോ സമദാനി രാജ്യസഭയിലേക്ക് പോകാൻ തീരുമാനിച്ചുകൊണ്ട് PK ഫിറോസിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമോ? അതോ ഫൈസൽ ബാബുവിനെ മത്സരിപ്പിക്കാനായിരിക്കുമോ തീരുമാനിക്കുക? അതോ ഇത് രണ്ടുമല്ലാത്ത വേറെ പേരുകൾ തിരഞ്ഞെടുക്കുമോ? പൊന്നാനിയെ സംബന്ധിച്ച് പൊന്നാനിക്കകത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ ലീഗിന് അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഉറപ്പ് പറയാൻ കഴിയുന്ന സാഹചര്യം അങ്ങനെ കണക്കൂട്ടിയെടുക്കാൻ കഴിയില്ല. അതുമാത്രവുമല്ല, ലീഗിന്റെ വോട്ട് ബേസുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടത്തായുള്ള സ്ഥലം കൂടിയാണ് അത്. അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ല. സോ അവിടെ ഒരു സീനിയറിനെ തന്നെ കൊണ്ടുവരണം, പുതിയ ആളുകളെ ഇട്ട് ഒരു റിസ്ക് എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ലീഗ് ഒരുപക്ഷെ ആലോചിച്ചേക്കും. ഒപ്പം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നൽകിയിട്ടുള്ള ഉറപ്പ് എന്താണ് എന്നുകൂടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയാൻ ലീഗ് നിർബന്ധിതമാവും. അതുകൊണ്ട് ഇന്നത്തെ ലീഗിന്റെ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ആ നിലയ്ക്ക് രാഷ്ട്രീയ പ്രസക്തി ഉള്ളതാണ്. മുഹമ്മദ് അസ്ലമും സാജിദ് അജ്മലുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.